ഹലോ ഫ്രണ്ട്സ്, ടോക്ക് ഓൺലി പി എസ് സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിഗ്രി പ്രിലിംസിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ക്ലാസ്സാണ് നമ്മളിന്ന് തുടങ്ങാൻ പോകുന്നത്. ഡിഗ്രി പ്രിലിംസിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ആണ്. ഈ 3 ഭാഗങ്ങൾ നിങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 50 മാർക്കാണ് ഈ ഭാഗത്തുനിന്ന് മാത്രമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുക. 3 ടോപ്പിക്കുകളിൽ നിന്നായിട്ട് 50 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങളിത് വളരെ വൃത്തിക്കും വെടുപ്പിനൊക്കെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 50 മാർക്ക് വളരെ എളുപ്പത്തിൽ കിട്ടും. മാത്രമല്ല പിന്നെ ജി കെയുടെ ഭാഗത്ത് നമുക്ക് സെലക്റ്റീവായിട്ട് പഠിച്ചാലും കുഴപ്പമില്ല. പക്ഷേ എല്ലാം പഠിച്ച് തീർക്കണം കേട്ടോ. കാരണം ഡിഗ്രി മെയിൻസിന് 70 മാർക്കിനാണ് ജി കെ ഉണ്ടാവുക. മലയാളം, ഇംഗ്ലീഷ്, മാത്സ് എന്നായിട്ട് ഏകദേശം 30 മാർക്ക്, ഏകദേശം നല്ല കറക്റ്റ് 30 മാർക്കിനും ബാക്കി 70 മാർക്കിനാണ് ജി കെ ഉണ്ടാവുക. അത് മെയിൻസിന്. ഇനി എന്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിഗ്രി പ്രിലിംസിൻ്റെ ക്ലാസ് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ, ഒക്ടോബറിൽ നമ്മൾ പറഞ്ഞു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. വളരെ നല്ലൊരു പോസ്റ്റാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ്. സാലറി ആണെങ്കിലും അതിൻ്റെ ആ പോസ്റ്റിൻ്റെ ഒരു ഗ്ലാമർ ആണെങ്കിലും ഒക്കെ നോക്കുകയാണെങ്കിലും വളരെ വളരെ നല്ല അടിപൊളി പോസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. ഡിഗ്രി ഉള്ള ഏതൊരാളെ സംബന്ധിച്ചും കിട്ടാവുന്ന ഏറ്റവും നല്ല പോസ്റ്റുകളിൽ ഒന്നാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ്. ഓക്കെ, ക്ലിയർ. അപ്പം നമ്മളിന്ന് പദശുദ്ധി എന്ന് പറഞ്ഞ ഭാഗം, മലയാളത്തിൽ 13 ടോപ്പിക്കുകളാണ് നിങ്ങൾക്ക് മലയാളത്തിൽ പഠിക്കാനുള്ളത്. അതിലൊരെണ്ണമാണ് പദശുദ്ധി. ഈ പദശുദ്ധിയായി റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങളുടെ റാങ്ക് ഫയൽ എടുക്കുമ്പോൾ തെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കോളം ഉണ്ടായിരിക്കും. പദശുദ്ധി എന്നുള്ള ഭാഗം എടുക്കുമ്പോൾ കേട്ടോ, ശരി എന്ന് പറഞ്ഞിട്ടൊരു കോളം ഉണ്ടായിരിക്കും. തെറ്റ് ഇവിടെ എഴുതിയിട്ടുണ്ടാവും, ശരി ഇവിടെ എഴുതിയിട്ടുണ്ടാവും. തെറ്റ് എഴുതിയിട്ടുണ്ടാവും, ശരി എഴുതിയിട്ടുണ്ടാവും. ഇത് നിങ്ങളിങ്ങനെ പഠിച്ചു പോകും, തെറ്റും ശരി. പക്ഷേ എക്സാം ഹോളിൽ കയറിയാൽ ശരിയും തെറ്റും പഠിച്ചു പോയ ആളുകൾക്ക് നല്ല കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. നമ്മളെല്ലാവരും നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടല്ലേ ഓരോ കാര്യങ്ങളും ഷെയർ ചെയ്യുക. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ശരി മാത്രമാണ് ഈ ഒരു ഭാഗത്ത് പഠിച്ചു പോകേണ്ടത്. പദശുദ്ധിയുമായി റിലേറ്റ് ചെയ്ത് നിങ്ങൾ ശരി മാത്രമാണ് പഠിക്കേണ്ടത്. ഓക്കെ, ഞാനിവിടെ നിങ്ങൾക്ക് പദശുദ്ധിയുമായി റിലേറ്റ് ചെയ്ത ഓരോ വാക്കുകളും വായിക്കും. അത് നിങ്ങൾ എഴുതി നോക്കുക. എന്നിട്ട് ഞാൻ എഴുതിയത് ശരിയാണോ എന്ന് വന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെയാണ് ഈ ഒരു ഭാഗം പഠിക്കേണ്ടത്. നമ്മൾ ഓരോ ക്ലാസ്സിലും 30 വാക്കുകൾ വെച്ചിട്ട് എടുക്കുന്നതായിരിക്കും. ഏകദേശം 20 ക്ലാസ്സിലായിട്ട് 600ഓളം വാക്കുകളാണ് നമ്മൾ കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിനി കൂടുതലൊന്നും പറയേണ്ടതില്ലല്ലോ, നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഫസ്റ്റായിട്ട് നിങ്ങൾ എഴുതേണ്ടത് അഖണ്ഡത എന്ന് പറഞ്ഞ വാക്കാണ്. അഖണ്ഡത ഒന്ന് എഴുതി നോക്കൂ. എന്നിട്ട് വേണം കേട്ടോ സ്ക്രീനിലേക്ക് നോക്കാൻ. അഖണ്ഡത എങ്ങനെയാണ് അഖണ്ഡത എന്ന് എഴുതുക? അഖണ്ഡത ശരിയാക്കിയോ എന്ന് നോക്കുക കേട്ടോ. നെക്സ്റ്റ് അംഗച്ഛേദം. എങ്ങനെയാണ് കൂട്ടുകാരെ അംഗച്ഛേദം എന്ന് എഴുതുക? അംഗച്ഛേദം. ഇങ്ങനെ തന്നെയാണോ നിങ്ങൾ എഴുതിയത്? ക്ലിയർ ആണോ? ചെക്ക് ചെയ്യുക കേട്ടോ. അടുത്തത് നമ്മൾ എഴുതാൻ പോകുന്ന അഗാധം. അഗാധം എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളത് എഴുതി നോക്കുക. അതിൻ്റെ ശേഷമാണ് സ്ക്രീനിൽ എഴുതിയത് നോക്കാൻ പാടുള്ളൂ കേട്ടോ. അങ്ങനെയാണ് ഈ വാക്കുകളൊക്കെ പഠിച്ചെടുക്കേണ്ടത്. അഗാധം. അടുത്ത വാക്ക് നോക്കൂ, അഞ്ജലി. അഞ്ജലി എങ്ങനെ എഴുതുക? അഞ്ജലി. ക്ലിയർ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് അടിമത്തം. അടിമത്തം എങ്ങനെയാണ് അടിമത്തം എഴുതുക? അടിമത്തം. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് നമ്മൾ പറയുന്ന വാക്ക് ഏതാണെന്നറിയോ? അതിരഥൻ. അതിരഥൻ കേട്ടിട്ടുണ്ടോ? അതിരഥൻ എന്ന് പറഞ്ഞ വാക്ക്. അതിരഥൻ. ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ എല്ലാ വാക്കുകളുടെയും അർത്ഥത്തിലേക്കൊന്നും നിങ്ങൾ പോകണ്ട കേട്ടോ. അത് എഴുതി പഠിക്കുക തന്നെ. നമ്മൾ ഇതിൽ ഒരു PhD എടുക്കലൊന്നുമല്ല നമ്മുടെ ലക്ഷ്യം. നമ്മളൊരു പോസ്റ്റിൽ കയറലാണ്. അപ്പോൾ അതിനെന്തൊക്കെ കുറുക്കു വഴികളാണോ നമുക്ക് ചെയ്യാൻ പറ്റുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. അതിരഥൻ എഴുതിയില്ലേ. അടുത്തതായിട്ട് അതിവൃഷ്ടി. അതിവൃഷ്ടി എന്ന് എങ്ങനെയാണ് എഴുതുക? അതിവൃഷ്ടി. ക്ലിയർ ആവുന്നുണ്ടോ എഴുതുന്നത്? അതിവൃഷ്ടി. ഓക്കെ, അതിവൃഷ്ടി. നെക്സ്റ്റ് നമ്മൾ എഴുതാൻ പോകുന്നത് ആധ്യാത്മികം. എങ്ങനെയാണ് കൂട്ടുകാരെ ആധ്യാത്മികം എന്ന് എഴുതുക? ആധ്യാത്മികം. ക്ലിയർ ആവുന്നുണ്ടോ ആധ്യാത്മികം? ഓക്കെ. നെക്സ്റ്റ് ആധ്യാത്മികം കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് അദ്വിതീയം. അദ്വിതീയം. എങ്ങനെ അദ്വിതീയം എന്ന് എഴുതുക? അദ്വിതീയം. ക്ലിയർ ആണോ? അദ്വിതീയം.
ഓക്കെ. നെക്സ്റ്റ് ഞാൻ എഴുതാൻ പോകുന്നത് ഏതാണ്? അനന്തരവൻ. എങ്ങനെ അനന്തരവൻ എഴുതി നോക്കൂട്ടോ. അനന്തരവൻ. അനന്തരവൻ. കിട്ടിയോ അനന്തരവൻ എന്നുള്ള വാക്ക്? നെക്സ്റ്റ് അനാച്ഛാദനം. എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്, പക്ഷെ ചെറിയ തെറ്റുകളൊക്കെ നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ചെറിയ തെറ്റ് വന്നാലും വലിയ തെറ്റ് വന്നാലും എന്താ ഉണ്ടാവുക? നമുക്ക് ആ ചെയ്ത മാർക്ക്, ആ ഒരു മാർക്ക് നഷ്ടപ്പെടും. കൂടാതെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാർക്കുകൾ ഉണ്ടാവുമല്ലോ, സ്കോർ ചെയ്ത മാർക്കുകൾ, അതിൽ നിന്നൊരു 0.33 കൂടി പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് വലിയ നഷ്ടമാണ് സംഭവിക്കുക. അപ്പോൾ നമ്മളിത് വൃത്തിക്ക് തന്നെ പഠിക്കണം. അനാച്ഛാദനം. എങ്ങനെയാണ് അനാച്ഛാദനം എന്ന് എഴുതുക? അനാച്ഛാദനം. ഓക്കെ, ഇവിടെ കൂട്ടി എഴുതിയപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വന്നോ? ഒന്നും കൂടി നല്ലപോലെ എഴുതി തരാം. അനാച്ഛാദനം. ക്ലിയർ ആയോ? അനാച്ഛാദനം. ഓക്കെ. നെക്സ്റ്റ് അനുച്ഛേദം. എങ്ങനെ അനുച്ഛേദം എന്ന് എഴുതുക? അനുച്ഛേദം. ഇങ്ങനെ പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്തിട്ടൊക്കെ പറഞ്ഞ് എഴുതി പഠിക്കുക കേട്ടോ. അനുച്ഛേദം. നെക്സ്റ്റ് അനുരഞ്ജനം. എങ്ങനെയാണ് അനുരഞ്ജനം എന്ന് എഴുതുക? അനു തന്നെ ആദ്യം വേണ്ടത് കേട്ടോ. അനുരഞ്ജനം. അനുരഞ്ജനം. ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് അനുഷ്ഠാനം. അനുഷ്ഠാനം എന്നെങ്ങനെയാണ് എഴുതുക? അനു തന്നെയാണ് അല്ലേ തുടരെ വന്നുകൊണ്ടിരിക്കുന്നത്. അനുഷ്ഠാനം. ക്ലിയർ ആണല്ലോ അനുഷ്ഠാനം? ഓക്കെ. നെക്സ്റ്റ് നമ്മളെന്താ പറയുന്നത്? അനുഷ്ഠാനം കഴിഞ്ഞു. അനിശ്ചിതം. എങ്ങനെയാണ് അനിശ്ചിതം എന്ന് എഴുതുക? അനിശ്ചിതം. അനിശ്ചിതമാണ് അനിശ്ചിതം കേട്ടോ. ഓക്കെ, അനുഷ്ഠാനം, അനിശ്ചിതം. ഇനി നമ്മൾ എഴുതാൻ പോകുന്ന അവഗാഹമാണ്. അവഗാഹം. ഒന്ന് എഴുതി നോക്കൂ. അവഗാഹം. ക്ലിയർ ആയോ അവഗാഹം നിങ്ങൾക്ക്? അവഗാഹം. ഇനി നെക്സ്റ്റ് പറയുന്നത് അസ്ഥിവാരം. എഴുതി നോക്കൂ. അസ്ഥിവാരം എങ്ങനെയാണ് എഴുതുക? അസ്ഥിവാരമാണ് കേട്ടോ. അസ്ഥിവാരം. 17 വാക്കുകൾ കൂട്ടുകാർ പഠിച്ചില്ലേ? അഖണ്ഡത, അംഗച്ഛേദം, അഘാതം, അഞ്ജലി, അടിമത്തം, അതിരഥൻ, അതിവൃഷ്ടി, ആധ്യാത്മികം, അദ്വിതീയം, അനന്തരവൻ, അനാച്ഛാദനം, അനുച്ഛേദം, അനുരഞ്ജനം, അനുഷ്ഠാനം, അനിശ്ചിതം, അവഗാഹം, അസ്ഥിവാരം. ഓക്കെ, ക്ലിയർ. നിങ്ങൾ ഈ ഭാഗം പഠിക്കുമ്പോൾ പറഞ്ഞ് എഴുതി പഠിക്കേണ്ട ഒരു ഭാഗമാണ് കേട്ടോ. കാരണം തെറ്റാൻ പാടില്ലല്ലോ അല്ലേ? മാത്രമല്ല, ഇപ്പോൾ PSC ആണ് നിങ്ങളുടെ ലക്ഷ്യം എന്നെങ്കിൽ നിങ്ങൾ അതിനെ നന്നായി സീരിയസ് ആയിട്ട് തന്നെ കാണണം. കാരണം കുറച്ചൊന്നും പഠിച്ചാലൊന്നും നമുക്ക് PSC ഒന്നും കിട്ടാൻ പോകുന്നില്ല. പലരും നിങ്ങളോട് പറയും നിങ്ങൾ കുറച്ച് മെനക്കെട്ടാൽ മതി, സ്മാർട്ട് വർക്ക് ചെയ്താൽ മതി. അങ്ങനെ ശരിയാണ്, സ്മാർട്ട് വർക്കൊക്കെ തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷേ നന്നായി പഠിക്കണം. അത് നമ്മുടെ വർക്ക് സ്മാർട്ടായി വരുന്നത് എപ്പോഴാണ്? നമ്മൾ നന്നായി പഠിച്ച് നമുക്കൊരു വിധം ഗ്രിപ്പ് കിട്ടുമ്പോൾ പിന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഭയങ്കര സ്മാർട്ടായി എന്ന് ഫീൽ ചെയ്യും. ഓക്കെ, 17 വാക്കുകളല്ലേ ഇപ്പോൾ നമ്മൾ പഠിച്ചത്. 18ാമത്തത് ഏതാണ്? അസ്വാസ്ഥ്യം. ഏതാണ്? അസ്വാസ്ഥ്യം. ഒന്ന് എഴുതി നോക്കൂ. അസ്വാസ്ഥ്യം എന്ന്. അസ്വാസ്ഥ്യം എഴുതാൻ പറ്റുന്നുണ്ടോ? അസ്വാസ്ഥ്യം കിട്ടിയിട്ടുണ്ടാവും അല്ലേ? അസ്വാസ്ഥ്യം. നെക്സ്റ്റ് അസ്ഥിപഞ്ജരം. ഒന്ന് എഴുതി നോക്കൂ. അസ്ഥിപഞ്ജരം. ക്ലിയർ ആയോ? അസ്ഥിപഞ്ജരം. നെക്സ്റ്റ് നമ്മൾ എഴുതാൻ പോകുന്നത് അഷ്ടപതി. എഴുതി നോക്കൂ. അഷ്ടപതി. എനിക്ക് തന്നെ തെറ്റിട്ടോ. ഓക്കെ, അഷ്ടപതി. അഷ്ടപതി. ക്ലിയർ ആയോ? അഷ്ടപതി. അഷ്ടപതി. നെക്സ്റ്റ് നമ്മൾ അഷ്ടസിദ്ധിയാണ് കേട്ടോ എഴുതാൻ പോകുന്നത്. അപ്പോൾ അഷ്ട കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടാവും. അഷ്ടസിദ്ധി. കിട്ടിയോ? അഷ്ടസിദ്ധി. നെക്സ്റ്റ് നമ്മൾ എഴുതാൻ പോകുന്ന അഗതി. അഗതി എന്നെങ്ങനെ എഴുതുക? ആഗതി. ആഗതി എന്ന് ആലോചിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അഗതി കിട്ടും കേട്ടോ. ഇനി നമ്മൾ അടുത്ത് എഴുതാൻ പോകുന്ന അങ്ങനെ. എങ്ങനെയാണ്? അങ്ങനെ
എഴുതാറിയോ? അങ്ങനെ, ഇങ്ങനെയാണ് കേട്ടോ, അങ്ങനെ എന്നെഴുതാം. ക്ലിയർ? നെക്സ്റ്റ് അങ്ങനെ കഴിഞ്ഞു. ഇനി അനാവശ്യം എന്ന് എഴുതി വെക്കൂ. അനാവശ്യം എന്ന് എഴുതി വെക്കൂ. അനാവശ്യം, അനാവശ്യം എഴുതിയോ? അനാവശ്യം എന്ന് എഴുതിയോ? ഓക്കെ. അടുത്തത് നമ്മൾ അനുഗ്രഹത്തിലേക്ക് പോവുകയാണ്. അനുഗ്രഹം, അനുഗ്രഹം. ക്ലിയർ ആയോ അനുഗ്രഹം എഴുതൽ? ഓക്കെ, അനുഗ്രഹം. ഇനി അപരാധി എന്നൊന്ന് എഴുതി നോക്കൂ. അപരാധി. എങ്ങനെ അപരാധി എന്ന് എഴുതുക? അപരാധി, അപരാധി എഴുതിയോ? അപരാധി എന്ന് എഴുതിയോ? അപരാധി എന്ന് എഴുതി. നെക്സ്റ്റ് നമ്മൾ എഴുതാൻ പോകുന്ന അബ്ധി. അബ്ധി എന്ന് എങ്ങനെ എഴുതുക? അബ്ധി, അബ്ധി. ക്ലിയർ ആണല്ലോ? അബ്ധി. നെക്സ്റ്റ് വാക്ക് ഏതാണ്? അരകല്ല് എന്നൊന്ന് എഴുതി നോക്കൂ. അരകല്ല്, അരകല്ല്. ഓക്കെ, അരകല്ല്. ക്ലിയർ ആണല്ലോ അരകല്ല്. ഇനി നമ്മൾ എഴുതുന്ന അല്ലെങ്കിൽ, അല്ലെങ്കിൽ, അല്ലെങ്കിൽ. ഓക്കെ, അല്ലെങ്കിൽ. ക്ലിയർ ആണല്ലോ അല്ലെങ്കിൽ. ഇനി അഗ്രജൻ എന്ന് എഴുതി നോക്കൂ. അഗ്രജൻ, അഗ്രജൻ. ഓക്കെ, അപ്പോൾ അഗ്രജൻ എഴുതി. ഇതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ഒരു വാക്കും കൂടി നമുക്ക് നോക്കാം. അഗ്രഗണ്യൻ. എങ്ങനെയാണ് അഗ്രഗണ്യൻ എന്ന് എഴുതുക? അഗ്രഗണ്യൻ. ഓക്കെ, അഗ്രഗണ്യൻ. ഓക്കെ, അപ്പോൾ നമ്മൾ 3 വാക്കുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. വളരെ കുറച്ചല്ലേ ഉള്ളൂ, 30 വാക്കുകൾ. പക്ഷേ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഇത് പഠിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഭാഗം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരാൾ വായിച്ചു തരികയും നമ്മളത് എഴുതി നോക്കുകയാണ് വേണ്ടത്. പൊതുവേ അങ്ങനെ എപ്പോഴും നമുക്കൊരാൾ വായിച്ചു തരാനൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എഴുതി നോക്കുക. അസ്വാസ്ഥ്യം, അസ്ഥിപഞ്ചരം, അഷ്ടപതി, അഷ്ടസിദ്ധി, അഗതി, അങ്ങനെ, അനാവശ്യം, അനുഗ്രഹം, അപരാധി, അബ്ധി, അരകല്ല്, അല്ലെങ്കിൽ, അഗ്രജൻ. ഇനി ഒരെണ്ണം കൂടി പഠിച്ചു, അഗ്രഗണ്യൻ. ഇത്രയും വാക്കുകൾ നിങ്ങൾ നന്നായി പഠിക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ സിലബസ് നമ്മൾ ഡിസ്കസ് ചെയ്യാം. കാരണം പല ആളുകളും പുതിയ ആളുകളുണ്ടാവും ഈ ഒരു മേഖലയിലേക്ക് വരുന്നത്. എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം എന്നൊന്നും അറിയാത്ത ആളുകളുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് സിലബസ് ഡിസ്കസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിൽ നമ്മൾ ഇപ്പോൾ ഒരു പ്രിലിംസ് ആണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻസിന് പ്രിലിംസും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ മെയിൻസും ഉണ്ടായിരിക്കും. ഓക്കെ, പ്രിലിംസും മെയിൻസും. പ്രിലിംസ് നമ്മൾ നോക്കുകയാണെങ്കിൽ മാത്സ് ഒരു 20 മാർക്കിന് നമുക്ക് ചോദ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ആണെങ്കിൽ ഒരു 20 മാർക്കിന് ചോദ്യങ്ങളുണ്ട്. പിന്നെ മലയാളം എടുക്കുകയാണെങ്കിൽ ഒരു 10 മാർക്കിന് ചോദ്യമുണ്ട്. പിന്നെ GK, ബാക്കിയുള്ള മൊത്തത്തിലുള്ള ഭാഗത്തിന് നമുക്ക് GK എന്ന് കൊടുക്കാം. അതിനൊരു 50 മാർക്കിനുണ്ട്. ഇനി ഇത് മെയിൻസിലേക്ക് വരുമ്പോൾ മാത്സ് 10 മാർക്കിനേ ഉള്ളൂ, ഇംഗ്ലീഷ് 10 മാർക്കിനേ ഉള്ളൂ, മലയാളം 10 മാർക്ക് തന്നെ. പിന്നെ ഈ ഒരു ഭാഗം 70 മാർക്കാവും. അങ്ങനെയാണ് ഇവിടെ 100 വരുന്നത്. ഇവിടെ എങ്ങനെയാണ് 100 വരുന്നത്? അപ്പോൾ നോക്കൂ, ഈ 100-ൽ 50 മാർക്കും ചോദിക്കുന്നത് മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ആവും. അപ്പോൾ GK നിങ്ങളൊന്ന് ഓടിച്ച് വിട്ടാലും നിങ്ങൾക്ക് പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ മെയിൻസ് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം പ്രിലിംസിൽ പാസ്സായി വന്ന് മെയിൻസ് കിട്ടാതിരുന്നിട്ട് കാര്യമില്ല. അവിടെ നമ്മൾക്ക് GK അത്യാവശ്യം കൂടുതൽ പഠിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് കിട്ടുകയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു ഭാഗം കൂടി നന്നായിട്ട് പഠിക്കണം. ഇതിനകത്ത് ഒരുപാട് ഭാഗങ്ങൾ വരുന്നുണ്ട്. അതായത് ഹിസ്റ്ററി പഠിക്കാനുണ്ട്. ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി നമുക്ക് പഠിക്കാനുണ്ട്. അതായത് ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, 3 ഭാഗം ഈ ഭാഗത്തുനിന്ന് പഠിക്കാനുണ്ട്. ജോഗ്രഫി പഠിക്കാനുണ്ട്. നമുക്ക് ജോഗ്രഫിയുടെ ഭാഗം എടുക്കുകയാണെങ്കിൽ ബേസിക് ജോഗ്രഫി പഠിക്കാനുണ്ട്, ഇന്ത്യൻ ജോഗ്രഫി പഠിക്കാനുണ്ട്, കേരള ജോഗ്രഫി പഠിക്കാനുണ്ട്. പിന്നെ നമുക്ക് എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. അതുപോലെ തന്നെ സിവിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഇന്ത്യൻ പൊളിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. പിന്നെ കല, സംസ്കാരം, സാംസ്കാരികം, സ്പോർട്സ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ഭാഗങ്ങളുണ്ട്.
ഐ ടി എന്നൊരു ഭാഗമുണ്ട്. അങ്ങനെ ഒരുപാട് ഭാഗം നമുക്ക് കവർ ചെയ്യാണ്ട് ഈ എല്ലാ ഭാഗങ്ങളും കൂടിയിട്ടാണ് നമുക്ക് പ്രിലിംസിന് 50 മാർക്ക്, മെയിൻസിലേക്ക് വരുമ്പോൾ അത് 70 മാർക്കാവും. പക്ഷേ ഈ 3 ഭാഗത്തു നിന്നായിട്ട് എന്ത് വരും? പ്രിലിംസിന് 50 മാർക്ക് ചോദിക്കും, മെയിൻസിന് അത് 30 മാർക്കായിട്ട് കുറയും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. കിട്ടിക്കഴിഞ്ഞാൽ, അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഏകദേശം 39 to 40 സംതിങ് ആണ് ബേസിക് സാലറി വരുന്നത്. അതിൻ്റെ കൂടെ ഒരുപാട് കാര്യങ്ങൾ HR, DA അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരുപാട് എലവൻസുകളും ഇതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് സാലറി അത്യാവശ്യം നന്നായിട്ട് കിട്ടും. മാത്രമല്ല സൊസൈറ്റിയിൽ നല്ലൊരു അടിപൊളി പോസ്റ്റല്ലേ, ഒരു ഗ്ലാമറസ് പോസ്റ്റല്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്നും മിസ് ചെയ്യാൻ പാടില്ല. കാരണം ഇപ്പോൾ PSC കുറച്ചും കൂടിയൊക്കെ കഴിയുമ്പോഴേക്കും എത്രത്തോളം പോസ്റ്റിങ്ങുകൾ ഉണ്ടാവും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം തന്നെ ടാസ്ക്കാണ് PSC കിട്ടുക എന്നുള്ളത്. അപ്പോൾ പഠിക്കാൻ വേണ്ടി നിങ്ങൾ സമയം കളയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നന്നായി വൃത്തിക്കും വെടുപ്പിനൊക്കെ പഠിക്കുക. പല ആളുകളും പറയും അങ്ങനെ പഠിച്ചാൽ മതി, ഇങ്ങനെ പഠിച്ചാൽ മതി. അതിലേക്കൊന്നും എനിക്ക് തോന്നുന്നത് നമ്മൾ നമ്മുടേതായൊരു മെത്തേഡ് കണ്ടുപിടിക്കുക, എന്നിട്ട് ആ മെത്തേഡ് ഫോളോ ചെയ്തിട്ട് നിങ്ങൾ വേണം പഠിക്കാൻ. മാത്രമല്ല ഏത് മെത്തേഡ് ഫോളോ ചെയ്താലും നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് റിവിഷനാണ്. എത്രത്തോളം നിങ്ങളിത് പഠിക്കുന്ന സാധനം വീണ്ടും റിവൈസ് ചെയ്യുന്നു അതിനനുസരിച്ച് ഇരിക്കും നിങ്ങളുടെ മാർക്ക്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഒരു OMR വെച്ചിട്ട് ചെയ്ത ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടിരിക്കണം. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾ പഠിക്കുന്ന കാര്യം എത്രത്തോളം റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഈ ചാനലിൽ തന്നെ 5th സ്റ്റാൻഡേർഡ് മുതലുള്ള SCERT ടെക്സ്റ്റ് ബുക്കുകളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുള്ളത് 5ാം ക്ലാസ്സിലത്തെ സോഷ്യൽ സയൻസിൽ നിന്ന് ഉള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. 3 ക്ലാസ്സുകളിലായിട്ടാണ് ആ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് 101 ക്വസ്റ്റ്യൻസാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ വെറുതെ വന്നിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നതിലൊരു കാര്യം ഉണ്ടാവില്ല. 5ാം ക്ലാസ്സിലത്തെ സോഷ്യൽ സയൻസിലെ 11 ചാപ്റ്റേഴ്സ് നല്ല വൃത്തിക്ക് പഠിക്കുക. അതിൻ്റെ ശേഷം വന്നിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ 101 ചോദ്യങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എത്ര ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റി എന്ന് നോക്കുക. ആ മാർക്ക് നിങ്ങൾ എൻ്റർ ചെയ്ത് വയ്ക്കുക. പിന്നീട് നെഗറ്റീവ്സുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിന് അടുത്ത എക്സാമിൽ ആ നെഗറ്റീവ്സ് കുറയ്ക്കാൻ ശ്രമിക്കണം. നെഗറ്റീവ്സ് കുറയ്ക്കുകയാണ് നമ്മളുടെ ഏറ്റവും ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതായത് ഒരു കാര്യം പഠിക്കുക, എക്സാം എഴുതി നോക്കുക, നെഗറ്റീവ് വരുന്നുണ്ടായിരിക്കും. അടുത്ത എക്സാമുകൾ എഴുതി വരുമ്പോൾ നമ്മൾ നെഗറ്റീവ്സ് ഇങ്ങനെ കുറഞ്ഞു വരണം. അപ്പോൾ എന്താ, നമുക്ക് കിട്ടിയ മാർക്ക് പോവാതെ നമ്മളെ രക്ഷിക്കാൻ പറ്റുന്നതാണ് ഈ നെഗറ്റീവ്സ് കുറയ്ക്കുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ പഠിച്ചൊരു മാർക്ക് നമുക്ക് നേടിയിട്ടുണ്ടെങ്കിൽ ആ നേടിയ മാർക്കിനെ നിങ്ങൾ കറക്കി കുത്തിയിട്ട് നെഗറ്റീവ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ കിട്ടിയ മാർക്ക് അങ്ങോട്ട് പോകും. അപ്പോൾ അത് ആദ്യം നമ്മൾ ഒഴിവാക്കണം. പിന്നെ നിങ്ങൾ പഠിക്കുമ്പോൾ മാക്സിമം, അതായത് ഓരോ ദിവസം നമ്മൾ പഠിക്കും തോറും നിങ്ങളുടെ സ്കോർ കൂടി വരും. അത് നിങ്ങളെ സെൽഫ് ഇവാലുവേറ്റ് ചെയ്യുക, കിട്ടാവുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ചെയ്യുക. അങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്. എന്തായാലും റിവിഷൻ എന്നുള്ളത് വളരെ പ്രധാനമുള്ളൊരു കാര്യമാണ്. അത് നിങ്ങൾ എത്രത്തോളം ചെയ്യണോ അതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ ഈ ഒരു പോസ്റ്റിൽ കയറുന്നതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ നിങ്ങൾ ഒരു ടോപ്പിക്കേ പഠിച്ചിട്ടുള്ളൂ വിചാരിക്കുക, നാളെ നിങ്ങൾ പഠിക്കുമ്പോൾ ആ ഒരു ടോപ്പിക്കും പ്ലസ് കുറച്ച് ഭാഗങ്ങളുമാണ് പഠിക്കേണ്ടത്. അല്ലാതെ ഇന്നിപ്പോൾ ഒരു ടോപ്പിക്ക് പഠിച്ചു, നാളെ ഇതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെ പുതിയൊരു ടോപ്പിക്ക് പഠിച്ചു, അടുത്ത ദിവസം ഈ രണ്ടും ചിന്തിക്കാതെ വേറൊരു ടോപ്പിക്ക് പഠിച്ചു, അതിൻ്റെ അടുത്ത ദിവസം വേറൊരു ടോപ്പിക്ക് പഠിച്ചു. അപ്പോൾ എന്ത് ചെയ്യും? ഇതിങ്ങനെ പഠിച്ചു പോകും. ഇതിങ്ങനെ മറന്ന് നമ്മളെ പിന്നാലെ പോന്നുകൊണ്ടിരിക്കും. അതുണ്ടാവാൻ പാടില്ല. ഇന്ന് നിങ്ങളൊരു ടോപ്പിക്ക് എടുക്കുമ്പോൾ നാളെ എന്ത് ചെയ്യണം? ആ ടോപ്പിക്ക് റിവൈസ് ചെയ്യണം. എന്നിട്ട് പുതിയൊരു കുറച്ച് ഭാഗം പഠിച്ചാൽ മതി. അടുത്ത ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ടോപ്പിക്കും പഠിക്കണം, പുതിയൊരു ഭാഗം പഠിക്കണം. അടുത്ത ദിവസം എന്ത് ചെയ്യണം? ഒരു ടോപ്പിക്ക് കുറച്ച് ഭാഗം, അങ്ങനെ പോകുമ്പോൾ ഒരു 1 മന്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ബൾക്കായിട്ടൊരു ഭാഗം പഠിച്ച് തീർത്ത പോലെ തോന്നല്ല, അങ്ങനെ ഉണ്ടാവും. അത് മാത്രമല്ല, അത് നിങ്ങൾക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്നുണ്ട്. ആ ചോദ്യം എവിടെ കണ്ടാലും നിങ്ങൾക്ക് വളരെ സ്പീഡിൽ അത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. സ്പീഡ് എന്നുള്ളത് സ്പീഡും വേണം, ആക്യുറേറ്റ് ആവുകയും വേണം നമ്മൾ. അപ്പോൾ ആ സ്പീഡും ആക്യുറസിയാണ് വേണ്ടത്. അതിന് നിങ്ങളെ സഹായിക്കുന്ന ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഒരേ ഒരു ടെക്നിക്കുള്ളൂ, റിവിഷൻ ടെക്നിക്ക്.
ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ ക്ലാസ് കൂടാത്ത കുറച്ച് കാര്യങ്ങളും കൂടി ഡിസ്കസ് ചെയ്തു. ഇത് നമ്മളെല്ലാ ക്ലാസ്സിലും ഒന്നും ഇങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊരു ഇൻട്രൊഡക്ഷൻ തരാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു സംസാരം ഉണ്ടായത്. നമ്മൾ പെട്ടെന്ന് പഠിച്ചു തീർക്കുക. വീണ്ടും നമുക്ക് എന്താണോ അറിയാത്തത് അത് പഠിക്കുക, റിവൈസ് ചെയ്യുക, അത് ചെയ്തുകൊണ്ടിരിക്കുക. മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകണ്ട. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി.